ഹലോ, നമസ്കാരം. ഇതൊക്കെയുണ്ട് വിശേഷം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കണ്ണൂർ കോക്ടെയിലിന്റെ ഓതന്റിക് റെസിപ്പിയുമായിട്ടാണ്. ഞാൻ ഈ പറയുന്ന കറക്റ്റ് അളവില് ക്യാരറ്റും പപ്പായയും എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കണ്ണൂർ കോക്ടെയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം നമുക്ക് ക്യാരറ്റ് ഒന്ന് നല്ലതായിട്ട് വേവിച്ചെടുക്കണം. 240 ml മെഷറിംഗ് കപ്പിന് 1 കപ്പ് ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇനി 1/2 കപ്പ് പാലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. നല്ല മധുരം വേണമെങ്കിൽ 5 ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു ഏലക്കായും കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമല്ല എങ്കിൽ 1/2 ടീസ്പൂൺ വാനില എസൻസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് കുക്കറിൽ 1 വിസിൽ കേൾക്കുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ക്യാരറ്റ് നല്ലതായിട്ട് തണുത്തതിന് ശേഷം 1/2 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ പപ്പായയും കൂടി ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് എത്രയാണോ എടുക്കുന്നത് അതിന്റെ പകുതി അളവിൽ മാത്രമേ പപ്പായ എടുക്കാൻ പാടുള്ളൂ. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ പപ്പായയും ക്യാരറ്റും ഒന്ന് ഇട്ട് കൊടുക്കാം. എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. വേവിച്ച ഏലക്കായുടെ ആ അരി മാത്രമാണ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഫ്രഷ് ക്രീം കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവസാനം ഇതിലേക്ക് 2 സ്കൂപ്പ് വാനില ഐസ്ക്രീം കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തോണ്ട് വരാം. കണ്ണൂരിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കണ്ണൂർ കോക്ടെയില് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവിംഗ് ഗ്ലാസ്സിലോട്ടൊന്ന് ഒഴിക്കാം. അവസാനം ഇതിലേക്ക് കുറച്ച് നട്ട്സും കുറച്ച് പോമോഗ്രാനൈറ്റും കൂടെ ഇട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല പഴുത്ത പപ്പായ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കണ്ണൂർ കോക്ടെയിൽ എല്ലാവരും ഉണ്ടാക്കിയതിനു ശേഷം ഒന്ന് അഭിപ്രായം അറിയിക്കുക. അടുത്ത പുതിയൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.